ഞങ്ങൾക്ക് കിട്ടാത്തത് നിങ്ങൾക്ക് ലഭിക്കട്ടെ. ആ ഒരു ആശയമാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. വലിയൊരു കാര്യമല്ലേ, വലിയൊരു കൂട്ടായ്മ ഉണ്ടാക്കാൻ. മാത്രമല്ല, ഒരു ദേശീയതയുടെ പര്യായമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിലേക്ക് കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ആ കുട്ടികൾക്കൊരു സാമൂഹ്യമായ ഒരു പ്രതിബദ്ധത വളർത്തി കൊടുക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ് സത്യം. ഇന്നത്തെ തലമുറയ്ക്ക് നമ്മളൊക്കെ പറയും, അവരൊക്കെ പലപ്പോഴും സാമൂഹ്യ പ്രതിബദ്ധത കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാലും അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ശൈലികളായിരിക്കാം. പണ്ടൊക്കെ നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങളാവില്ല. ഇന്നത്തെ തലമുറയ്ക്ക് സ്വാഭാവികമായി വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അവരും പ്രവർത്തിക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യം ചെയ്തവരാണ്. ആ ഭാഗ്യം ചെയ്ത കുട്ടികൾ അവർക്ക് തിരികെ നൽകാനുള്ളത് എന്ന് പറയുന്നത് സാമൂഹ്യമായ ഒരു കാഴ്ചപ്പാടും ഒരു പ്രതിബദ്ധതയും. ആ പ്രതിബദ്ധതയോടുകൂടി ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾ ഈ അവാർഡൊക്കെ ഏറ്റുവാങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അത് നിങ്ങൾക്ക് ഈ തലമുറയ്ക്ക് ചെയ്യാൻ സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളെ ആദരിക്കുന്ന ചടങ്ങ് കൂടെ ഇവിടെ നടക്കാം. ഈ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് ഒരു വീടിനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ആ ഒരു സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു രൂപം കൂടിയാണ്. അന്നൊന്നും സ്ത്രീകൾക്ക് തൊഴിലില്ലാതെ നിൽക്കുന്ന നമ്മുടെ നാട്ടിൽ എന്നുള്ളതിന് അപ്പുറത്ത് നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പട്ടിണിയും പരിവട്ടവും അതിനെ മാറ്റിയെടുക്കാനാണ് കോൺഗ്രസ് അത് കൊണ്ടുവന്നത്. ആ തൊഴിലുറപ്പ് പദ്ധതി വന്നതോടുകൂടി മിനിമം 100 ദിവസത്തെ തൊഴിൽ കൊടുക്കുകയും അതിന് മിനിമം ഇത്ര രൂപ കൊടുക്കണമെന്ന് പറയുകയും ചെയ്തതോടുകൂടി ആ വീടുകളിലൊക്കെ പട്ടിണി മാറാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം. അങ്ങനെ കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതി ഇന്ന് കേരളത്തിലും നല്ല രീതിയിൽ നടക്കുകയാണ്.